സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള സിനിമയുടെ തന്നെ ഇതിഹാസ ചിത്രമായി മാറുകയാണ് മോഹൻലാലിൻ്റെ ഒടിയൻ. തമിഴ്, തെലുങ്ക്, ബോളിവുഡ് ചിത്രങ്ങൾ നേടുന്ന ഇനീഷ്യൽ കളക്ഷനാണ് നമ്മളുടെ കൊച്ചു മലയാളത്തിൽ നിന്നുള്ള ചിത്രമായ ഒടിയൻ നേടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് 60 കോടി രൂപയായിരുന്നു ഒടിയൻ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. ഒരു മലയാളം ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം കളക്ഷൻ നേടുക എന്നത് വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യം തന്നെയായിരുന്നു. മലയാളത്തിന് പുറമെ അന്യഭാഷാ പ്രേക്ഷകരും കണ്ടതുകൊണ്ട് മാത്രമാണ് ഒടിയനെ ഇത്തരത്തിലൊരു കളക്ഷൻ നേടാൻ സാധിച്ചത്. എന്നാൽ ഈ കളക്ഷൻ ഒടിയന് തുടരാൻ സാധിക്കുമോ? ഇപ്പോൾ ഒടിയന് ഒരു ഗംഭീര വെല്ലുവിളിയുമായി എത്തിയിരിക്കുകയാണ് കന്നഡയിലെ പുത്തൻ താരോദയം യാഷ്. ഒടിയനേക്കാളും വലിയ ബ്രഹ്മാണ്ഡ റിലീസിങ്ങിനാണ് യാഷിൻ്റെ പുതിയ ചിത്രം KGF ഒരുങ്ങുന്നത്. ഈ ഡിസംബർ മാസത്തിൽ 2 ബിഗ് ബജറ്റ് ചിത്രങ്ങളെ തെന്നിന്ത്യൻ സിനിമയിൽ നിന്നുള്ളൂ. 1 ഒടിയനും 2 KGF-ഉം. ഒടിയൻ പോലെ തന്നെ തമിഴ്, തെലുങ്ക്, മലയാളം തുടങ്ങി വിവിധ ഭാഷകളിലായി ലോകമെമ്പാടുമായി ബ്രഹ്മാണ്ഡ റിലീസിങ്ങിനാണ് KGF ഒരുങ്ങുന്നത്. കന്നഡ ഫിലിം ഇൻഡസ്ട്രിയുടെ ബാഹുബലി എന്നാണ് ഈ ചിത്രത്തെ പലരും വിശേഷിപ്പിക്കുന്നത്. കേരളത്തിലും ബാഹുബലിയെ പോലും വെല്ലുന്ന റിലീസിങ്ങിനാണ് KGF ഒരുങ്ങുന്നത്. കേരളത്തിൽ കാര്യമായി ബാധിച്ചില്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ KGF റിലീസ് ചെയ്യുന്നതോടെ ഒടിയൻ കളിക്കുന്ന സെൻറ്ററുകളുടെ എണ്ണം കുറയും എന്നാണ് സൂചന. ഇത് ഒടിയൻ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന കളക്ഷനെയും ബാധിച്ചേക്കാം. 2 പാർട്ടായി ഒരുങ്ങുന്ന പീരിയോഡിക് ഡ്രാമയാണ് KGF. അതിൻ്റെ ആദ്യ ഭാഗമാണ് ഡിസംബർ 21-ന് ഇറങ്ങുക. ഒടിയനെ കീഴടക്കാൻ KGF-ന് സാധിക്കുമോ? കാത്തിരുന്ന് കാണാം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.